അതാണ് കൊച്ചിയിലെ സാഹചര്യം. ആലപ്പുഴയിലേക്ക് പോകാം. ഫൈസൽ അസീസ് വിശദാംശങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതയും കൊണ്ടാണ് ഈ പാതയോരത്തെ വീടുകളിൽ ഈ തുടക്കത്തിൽ തന്നെ വെള്ളം കയറിയത് എന്ന ആക്ഷേപവും പരാതിയുമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? അത് തന്നെയാണ്, ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് ഇത്തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ആലപ്പുഴ ദേശീയപാത ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. നമുക്ക് കാണാം എ ഡി തോമസ് MLA ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാർ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉയർത്തുന്നത്. ഇതിൽ രാഷ്ട്രീയം നമുക്കിവിടെ പരിഹാരം ഈ പ്രശ്നത്തിനൊക്കെ കേസുകളുണ്ട്. ഞങ്ങളുടെ MP എ ഡി തോമസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഇപ്പൊ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം വേണമെന്നല്ല ആവശ്യം. ശാശ്വത പരിഹാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ അറിവുള്ളവരുണ്ടല്ലോ, അവരെല്ലാരും കൂടെ അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കണം. കാണ കെട്ടുക, അല്ലാതെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ആ സംവിധാനത്തോടെ ആ വെള്ളപ്പൊക്കം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കണം. അതാ അവരാ ഈ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ കൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ നിസ്സാര ആൾക്കാരായി. കാണ കെട്ടിയാൽ വെള്ളം പോവും, ഇതിലേ പോയാൽ പോവും. അതൊക്കെ അവർ ചെയ്യാൻ പറ. ഇത് ഇത് അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം. ഈ കാണ കൊണ്ട് ഈ നാട്ടുകാർക്ക് എന്തോ നമ്മുടെ വെള്ളവും പോകത്തില്ല, അവരുടെ വെള്ളവും പോകത്തില്ല. ഈ ഇവിടെ ബൈപ്പാസിൽ കൂടെ ഓടുന്ന വെള്ളം ആ കാണയിൽ കൂടി നമ്മുടെ വീടുകളിലോട്ടാണ് കയറുന്നത്. അതിനാണ്, അതായത് ദേശീയപാത കിടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം. എ ഡി തോമസ് MLA ഉണ്ട്. MLA വലിയ എ ഡി തോമസ് MLA ഉൾപ്പെടെ കടന്നുകൊണ്ട് തന്നെയാണ് പ്രതിഷേധിക്കുന്നത്. അതായത് ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള വിഷയമാണ്. നമ്മൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമയം മുതൽ പറയുന്നുണ്ട്, ഇത് അശാസ്ത്രീയമാണ്. സൈഡിൽ കാണകളില്ലാതെ ഇത് കെട്ടിപ്പൊക്കുന്ന മതില് പോലെ കെട്ടിപ്പൊക്കി ഇപ്പോൾ അവസാനം ആളുകളുടെ കിടപ്പുമുറിയിലേക്ക് പോലും വെള്ളം എത്തുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട MP അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത മീറ്റിംഗിൽ ഇവിടെ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി തീരുമാനമെടുത്തതാണ്. ഈ തീരുമാനമെടുത്തതിന് ശേഷവും ഇപ്പോഴും കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ദേശീയപാത അധികൃതർ അവർ ഒളിച്ചു കളിക്കുകയാണ്. അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആവശ്യപ്പെടുന്നു. എന്തായാലും ഈ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് തീരുമാനം. MLA ഉൾപ്പെടെ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. അതെ, അത് തന്നെയാണ്, MLA ഇവിടെ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ കലക്ടറും ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കലക്ടറോട് MLA സംസാരിക്കുകയാണ്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സൈഫുദ്ദീൻ. വലിയ പ്രതിഷേധമാണ് ആലപ്പുഴയിൽ. ദേശീയപാതയോരത്തെ നിരവധി വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതയും കാരണമാണ് വെള്ളം ഒഴിഞ്ഞു പോകാതെ വീടകങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് എന്ന ആക്ഷേപവും പരാതിയുമാണ് ആ വീട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആൾക്കൂട്ടം രോഷാകുലരായി അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എ ഡി തോമസ് MLA സ്ഥലത്തുണ്ട്. പക്ഷേ എത്ര വേഗത്തിൽ ഇതിനൊരു പരിഹാരം കാണുമെന്നുള്ളതാണ് ചോദ്യം. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫൈസൽ അസീസ് തുടരുന്നുണ്ട്. ഫൈസൽ, എന്താണ് അവിടെ പ്രതിഷേധിക്കുന്ന നാട്ടുകാരുടെ ഇനിയുള്ള നീക്കങ്ങൾ? ഏതായാലും പ്രതിഷേധം ഇപ്പോൾ തുടരുക തന്നെയാണ്. ഇപ്പോഴും നമുക്ക് കാണുന്നത് പോലെ തന്നെ ഇവിടെ കിടന്നുകൊണ്ടാണ്, അതായത് ദേശീയപാതയിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ MLAയും അതുപോലെ ജില്ലാ കളക്ടറും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. എങ്ങനെ ഈ പ്രശ്നങ്ങൾ തീർക്കാം എന്നാണ് MLA ഇപ്പോൾ ജില്ലാ കളക്ടറുമായി സംസാരിക്കുന്നത്. മാത്രമല്ല MLAയും ഇതിലൊരു പരിഹാരം കാണുന്നത് വരെ, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരത്തിന് ഉറപ്പ് കിട്ടുന്നത് വരെ MLAയും പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് എ തോമസും നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ നീങ്ങുന്നത്. ഈ വെള്ളക്കെട്ടുണ്ടായ സ്ഥലം കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ പോകുന്നത്. കളക്ടറും MLAയും ഉൾപ്പെടെ രണ്ടുപേരുമാണ് ഇപ്പോൾ ഈ സ്ഥലം കാണാൻ വേണ്ടി, അതായത് വെള്ളം കയറിയ സ്ഥലം കാണാൻ വേണ്ടി ഇപ്പോൾ അവർ നീങ്ങുകയാണ്.
ഏകദേശം ഈ ദേശീയപാതയുടെ പ്രതിഷേധപോരത്ത് തന്നെ 50ഓളം വീടുകളിലാണ് ഇന്നലെ ഉച്ച മുതലുണ്ടായ മഴയിൽ 50ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. നമുക്കറിയാം കഴിഞ്ഞ 2 ആഴ്ചയായി വലിയ രീതിയിലുള്ള തന്നെ മഴയാണ് ആലപ്പുഴ ജില്ലയിൽ പെയ്യുന്നത്. അന്ന് അതിനുശേഷം ചെറിയ രീതിയിൽ ശമനമുണ്ടായിരുന്നു. അന്ന് KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ഉച്ച മുതൽ ശക്തമായ മഴ പെയ്തത്. ഇവിടേക്ക് ഇപ്പോൾ MLAയും കളക്ടറേയും ഉൾപ്പെടെയുള്ളവർ ഈ വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. സന്ദർശിച്ച ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ. യെസ്, എന്തായാലും 50ഓളം വീടുകളിലാണ് ഈ മഴ തുടങ്ങിയതേയുള്ളൂ, കാലവർഷം തുടങ്ങിയതേയുള്ളൂ. ആ സമയത്ത് തന്നെ ഇന്നലെ ആലപ്പുഴയിൽ തിമിർത്തു പെയ്ത മഴയിൽ 50ഓളം വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. അത് പല വീടുകളിൽ വീടിൻ്റെ അകത്തേക്കടക്കം വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും അപാകതയുമാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. വേഗത്തിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാരും വീട്ടുടമകളും എല്ലാം ഇപ്പോൾ പ്രതിഷേധ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്ത് നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം.